ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആഗ്നസ് ബോവസ്, കണ്ണൂർ പുതിയങ്ങാടി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിൻ്റെ 96-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 59-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. നിരപരാധിക്ക് ദൈവം തുണയാണെന്ന് കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ശൗൽ ദാവീദിനെ കൊല്ലാനായി പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട്. 1 ശമൂവേൽ 19-ാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ദുരാത്മാവ് ബാധിച്ച ശൗലിന്റെ വിടുതലിനായി ദാവീദ് കിന്നരം വായിക്കുകയും ആ കിന്നര വായനയുടെ സമയത്ത് ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തു. എങ്കിലും ശൗലിന് ദാവീദിനോടുള്ള അസൂയ നിമിത്തം അവനെ ചുവരോട് ചേർത്ത് കുന്തം കൊണ്ട് കുത്താൻ ശൗൽ ശ്രമിച്ചു. ദാവീദ് അവിടെ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെട്ട് ഓടിപ്പോയി. ദാവീദ് മീഖലിന്റെ അടുത്ത് പോകുകയും അതറിഞ്ഞ് ശൗൽ ദാവീദിനെ കൊല്ലാൻ പടയാളികളെ അയക്കുകയും ചെയ്തു. ആ പട്ടാളം ചെന്ന് ആ വീട് വളഞ്ഞ് രാത്രി മുഴുവൻ അവിടെ താമസിക്കുന്നു. തന്റെ പ്രാണന് വിപത്ത് വരാൻ പോകുന്ന ആ വലിയ ആപത്ത് ഘട്ടത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണിത്. ഇത്രയും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ദാവീദിന്റെ ഏക ആശ്രയം ദൈവമായിരുന്നു. അത് സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിന് നേരെ ഏറെ ശത്രുക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരിൽ നിന്നെല്ലാം തന്നെ വിടുവിക്കണമേ, രക്ഷിക്കണമേ, ഉദ്ധരിക്കണമേ എന്ന് ദാവീദ് ദൈവത്തിനോട് പറയുന്നു. ഏത് ആപത്തിന്റെ ഘട്ടത്തിലും ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്നതിന് കാരണം ദാവീദിന് ദൈവത്തോട് വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. തന്റെ ഭാരത്തിന്റെയും പ്രയാസത്തിന്റെയും വേളയിലും ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ബലഹീനനായ ദാവീദിനെ ബലവാന്മാരായ പട്ടാളം പിടിക്കാനായി വളഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോഴും ദാവീദ് ദൈവത്തെ ആശ്രയിക്കുന്നു. കാരണം താൻ ആശ്രയിക്കുന്ന ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ദാവീദ് ആ വേളയിൽ നശിപ്പിക്കരുതേ എന്ന രാഗത്തിലാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ദൈവമേ, നശിപ്പിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ദാവീദ്. 6-ാം വാക്യത്തിൽ തന്നെ നശിപ്പിക്കാൻ വരുന്ന കൂട്ടത്തെ നായയോട് ഉപമിച്ചിരിക്കുന്നു. നായകൾ കുരച്ചുകൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുന്നത് പോലെ ശത്രുക്കൾ ദാവീദിനെ നശിപ്പിക്കാനായി അന്വേഷിച്ച് നടക്കുന്നു. ശത്രുക്കൾ തന്നെ അന്വേഷിച്ച് നടക്കുമ്പോഴും ദാവീദ് ആശ്രയം വെച്ചത് ദൈവത്തിനാണ്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടന്മാർ ദാവീദിനെ അന്വേഷിക്കുമ്പോൾ ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതായി കാണാം. ദാവീദിന്റെ ഉറപ്പ് ദൈവം തന്റെ ഗോപുരം ആണെന്നതാണ്. എത്ര വലിയ ശത്രു തന്റെ എതിരെ വന്നാലും തന്റെ ദയയുള്ള ദൈവം തന്നെ വിടുവിക്കുമെന്നത് ദാവീദിന്റെ ഉറപ്പാണ്. 11-12 വാക്യങ്ങളിൽ 11-ാം വാക്യത്തിൽ ദൈവത്തെ പരിചയായ ദൈവമേ എന്നാണ് ദാവീദ് പറയുന്നത്. സാധാരണ പരിചയ മുൻപിലാണ്, എന്നാൽ ദൈവം നമുക്ക് ചുറ്റും പരിചയമാണ്. ദാവീദിനെതിരെ വന്ന ശത്രുക്കൾ പതിയിരിക്കുന്നവരാണ്, ആക്രമിക്കാൻ ശ്രമിക്കുന്നവരാണ്, രക്തപാതകന്മാരാണ്. എന്നാൽ ദാവീദ് ആശ്രയിക്കുന്ന ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്, പരിചയായ ദൈവമാണ്, എതിരേൽക്കുന്ന ദൈവമാണ്, ബലമായ ദൈവമാണ്. നമുക്ക് നേരെ അടുക്കുന്ന ശത്രുവിനെ കണ്ട് നാം ഭയക്കരുത്. കാരണം അവരോട് കൂടെയുള്ളതിനേക്കാൾ വലിയൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലൊരു വേദഭാഗം ചിന്തിപ്പാൻ അവസരം ഒരുക്കിയതിനായി നന്ദി പറയുന്നു. ദാവീദിനെ പോലെ ഏത് പ്രയാസത്തിന് നടുവിൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുവാനും അങ്ങേ ഏക ആശ്രയമാക്കുവാനും ഞങ്ങൾ ഇടയാക്കി തീർക്കണേ. ആമേൻ.